ഹായ് അസ്സലാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കോംബോ റെസിപ്പിയാണ്. നമുക്കിത് ഡിന്നറേയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ 1 കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമ്മൾ അതുപോലെ മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കുഴച്ചിട്ടെടുക്കാം. അതിനിപ്പോൾ ഇതാ ഇതിൽ ഒരു 1/4 ഭാഗത്തോളം പാലാണ് എനിക്കിതിലേക്ക് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇത് പാകത്തിനായിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ ഇത് ഒരു ഡോ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കൽ മസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതൊരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ താഴെ ഞാൻ കുറച്ചൊരു ഓയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്ക് ഡോ വെച്ച് കൊടുത്തിട്ട് മേലെയും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രമേ നമ്മളിത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, നല്ല വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടില്ല. നല്ല ചെറുതല്ല എന്നാലും വലുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ ഒന്നാക്കിയിട്ട് ഈ ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിനിപ്പോൾ അതിൽ നിന്നൊരു ഡോ എടുത്തിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. കുറച്ച് പൊടി കയ്യിലാക്കിയിട്ട് ഈ ഒരു ഡോൻ്റെ മേലെ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് നമ്മളിത് പരത്തിയിട്ട് എടുക്കുന്നില്ല. ചെറിയൊരു കട്ടിയിലിട്ടാൽ, കൂടുതൽ കട്ടി ഉണ്ടാവരുത്, ചെറിയൊരു കട്ടിയിലാണ് നമ്മളിതൊന്ന് പരത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ദാ ഞാൻ ഇതുപോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം കൈവച്ച് നമുക്ക് ഇതെല്ലായിടത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ സൈഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെയും കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മൈദ തൂവി കൊടുക്കാം. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. വീണ്ടും പൊടി ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുഴുവൻ പാൽ പൊറോട്ടയും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പലകയിലേക്ക് ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് മെല്ലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നുകൂടിയും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നമുക്ക് മെല്ലെ ഈ കൊരന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതൊന്ന് പരന്ന് കിട്ടും. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു പാൽ പൊറോട്ട ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും സ്പ്രെഡാക്കി കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തേച്ച് കൊടുത്താൽ അത് തന്നെ മതി. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനിപ്പോൾ ഓയിൽ എന്തെങ്കിലും തേച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇത് വേഗത്തിൽ തന്നെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു പൊറോട്ട നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ പൊറോട്ട നന്നായിട്ട് വേവായിട്ടുണ്ട്. എല്ലാ സൈഡും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്.
അപ്പോൾ ദാ ഞാൻ ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ പാൽ പൊറോട്ടയും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ വേഗത്തിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചിക്കൻ ഗ്രേവി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചായയുടെ കൂടെ ഇത് മാത്രം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ ബൈ.